നമസ്കാരം. സോംജീസ് മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ശരിക്കും കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 22,400 എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്താണ് ഇപ്പോൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. 22,397 വന്നു. മാർക്കറ്റ് എന്നിരുന്നാൽ തന്നെയും ശക്തമായ രീതിയിൽ താഴോട്ട് പോകാനോ മുകളിലോട്ട് പോകാനോ ശ്രമിച്ചില്ല. വളരെയേറെ വോളറ്റൈലായിരുന്നു മാർക്കറ്റ്. 250 പോയിന്റോളം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരുന്നു. പ്രതീക്ഷ നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിന്നും വരുന്നത്. ഏത് രീതിയിൽ നോക്കിയാലും ട്രംപിൻ്റെ താരിഫ് പരിഷ്കരണം മാർക്കറ്റിനെ എല്ലാം ഉലച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അമേരിക്കൻ മാർക്കറ്റുകൾ ഈ ആഴ്ച ഇത്തിരി പ്ലസ്സായി തന്നെ ക്ലോസ് ചെയ്തെങ്കിലും എല്ലാ രീതിയിലും അമേരിക്കൻ മാർക്കറ്റുകളെയും ട്രംപിൻ്റെ നീക്കങ്ങൾ സംശയദൃഷ്ടിയോടെ നോക്കാൻ ഇടവരുത്തിയിട്ടുണ്ട്. ട്രംപിൻ്റെ താരിഫ് നയങ്ങൾ മൂലം അവിടെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളുമായിട്ടും താരിഫ് യുദ്ധത്തിലേക്ക് ഏർപ്പെടാൻ ട്രംപ് തീരുമാനിച്ചാൽ യഥാർത്ഥത്തിൽ ലോകത്തെ ഒരു മാന്ദ്യത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പലരും പറയുന്നത്. ഏത് രീതിയിലും ട്രംപിന് ഇപ്പോൾ ശരിക്കും ഒരു ഒരു കെണിയിൽ വീണിട്ടുള്ള പോലെയുള്ള ഫീലിംഗ് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ട്രംപ് അതുകൊണ്ട് തന്നെ പലപ്പോഴും പല രാജ്യങ്ങൾക്കെതിരെയുള്ള നടപടികളിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നു. പിന്മാറിക്കൊണ്ട് ചർച്ച ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ പല പല രീതിയിലേക്ക് വരികയാണ് ട്രംപ്. ആഗോള നിലവാരം അനുസരിച്ച് ആഗോള സാമ്പത്തിക സ്ഥിതി എങ്ങനെയാകുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനാവാത്ത അവസ്ഥയിലേക്ക് വന്നു. എന്നാൽ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് മോർഗൻ സ്റ്റാൻലിയും ഗോൾഡ്മാൻ സാച്ചും ബാങ്ക് ഓഫ് അമേരിക്കയും ഒക്കെ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഈ കഴിഞ്ഞ ആഴ്ച വരികയുണ്ടായി. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച പ്രഡിക്ഷനുകളൊക്കെ അതിൽ ഉണ്ടായിരുന്നു. മോർഗൻ സ്റ്റാൻലി പറയുന്നത് 25 ഡിസംബറിൽ സെൻസെക്സ് 1,05,000 വരെയെങ്കിലും ഉയർന്നിട്ടുണ്ടാകുമെന്നാണ്. ഒരു ബുൾ മാർക്കറ്റ് സിനാരിയോയിലാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതൊരു ബിയർ മാർക്കറ്റ് സിനാരിയോയിലേക്ക് മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബിയർ മാർക്കറ്റ് ആണെങ്കിൽ സംഭവിക്കുന്നത് 70,000 താഴുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ ഗോൾഡ്മാൻ സാക്സ് പറയുന്നത് 93,000 വരെ മാർക്കറ്റ് പോകാമെന്നാണ്. ബാങ്ക് ഓഫ് അമേരിക്ക പറയുന്നു 90,000 വരെ ആയിരിക്കും ഈ ഡിസംബറിലെ മാർക്കറ്റിൻ്റെ ഈ സെൻസെക്സിൻ്റെ നിലവാരമെന്നാണ്. ഇതൊക്കെ കാണിക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് അവരെല്ലാം പ്രതീക്ഷ വച്ച് പുലർത്തുന്നതെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ നിന്ന് വ്യതിചലിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക നിലവാരം ഒരേ രീതിയിൽ നിലനിൽക്കുന്നു, അത് ഉയരാനുള്ള സാധ്യത കൂടുന്നു. അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് അവർ കൊണ്ടുവരുന്നത്. ഗവൺമെൻറ് നല്ല രീതിയിൽ ഇടപെടുന്നു. ഇപ്പോൾ RBI നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. ലിക്വിഡിറ്റി മെച്ചപ്പെടുന്നു. അപ്പോൾ ആ രീതിയിലെല്ലാമാണ് അവർ ഇന്ത്യൻ മാർക്കറ്റിനെ നോക്കിക്കാണുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. മാർക്കറ്റിലുണ്ടാകുന്ന ഏത് അനിശ്ചിതത്വങ്ങളെയും നേരിടാൻ ശക്തമാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്നാണ് മോർഗൻ സ്റ്റാൻലി ഒക്കെ പറയുന്നത്. ഇപ്പോൾ ഏത് രാജ്യത്തെ എക്കണോമിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴും ഏറ്റവും ബ്രൈറ്റ് സ്പോട്ടായി നിലനിൽക്കുന്ന ഇന്ത്യൻ എക്കണോമിയാണെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെയാണ് മാർക്കറ്റിനെ അവർ വീക്ഷിക്കുന്നത്. എല്ലാവരും മാർക്കറ്റ് ഒന്ന് ഉയരാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. US പോയ ഈ ഫോറിൻ ഫണ്ടുകളുടെയൊക്കെ പ്രതികരണങ്ങൾ ഇപ്പോൾ അത്രമാത്രം ശുഭോദകമല്ല.
അല്ലെങ്കിൽ അത്രമാത്രം പ്രതീക്ഷ നൽകുന്ന രീതിയിൽ അവർ അതിനെ കാണുന്നില്ല. അന്ന് ട്രംപ് വരുമ്പോൾ ഉണ്ടായ ആവേശത്തോടെയുള്ള മാറ്റങ്ങളൊന്നും ഇപ്പോൾ അവർക്ക് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഫണ്ട് എങ്ങനെ അവർ അവിടെ നിലനിർത്തുമോ, ഇങ്ങോട്ട് മാറുമോ, അത് ചൈനയിലേക്ക് പോകുമോ എന്നുള്ളതെല്ലാം ഒരു അനിശ്ചിതാവസ്ഥയിലാണ്. മാർക്കറ്റിൽ ചെറിയ രീതിയിലുണ്ടാകുന്ന ഇത്തരം അനിശ്ചിതത്വങ്ങൾ മതി പലപ്പോഴും ഈ ഫ്ലോട്ടിംഗ് മണിയെ അവരൊന്നിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റി കൊണ്ടുവരാൻ. അത് നിക്ഷേപമായി ഓരോ രാജ്യത്തേക്ക് വന്നടിയുകയാണ് ചെയ്യുക. അതിപ്പോഴൊരു അല്പം പ്രതീക്ഷ നൽകുന്നു, അവർക്കൊക്കെ പ്രതീക്ഷ നൽകുന്നതാണ് ഇന്ത്യൻ മാർക്കറ്റെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ കരയിലേക്കായിരിക്കാം ഇവരുടെ സമ്പത്ത് വന്നു ചേരുക. അതിനുള്ള ലാഭം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർക്ക് തോന്നി തുടങ്ങിയാൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൻ്റെ അവസ്ഥകൾ. ഞാനൊരു ഗ്രൂപ്പ് ഷെയറുകളെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം എന്ന് കരുതുന്നു. അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെ, ടാറ്റ ഗ്രൂപ്പിൻ്റെ, ടാറ്റ സൺസ് കൈകാര്യം ചെയ്യുന്ന കമ്പനികൾ. ആ കമ്പനികൾക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടാറ്റ ഗ്രൂപ്പിൻ്റെ കയ്യിലുള്ളതാണെന്ന് അറിഞ്ഞാൽ തന്നെ അതിനൊരു അടിസ്ഥാനപരമായ വില നമ്മൾ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ നിക്ഷേപകർ ഇടുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ പല ഷെയറുകളും 52 വീക്ക് ലോയ്ക്ക് അടുത്തൊക്കെയാണ് നിലനിൽക്കുന്നത്. TCS ആയാലും ടാറ്റ മോട്ടോഴ്സ് ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന ആ ഷെയറുകൾ, ഇതിന് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ടാറ്റ സൺസിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഈ അടുത്ത കാലത്തൊന്നും വലിയ വിവാദങ്ങളോ അല്ലെങ്കിൽ മാൽ പ്രാക്ടീസുകൾ അതിൽ നടന്നതായിട്ടോ ഒന്നുമുള്ള വാർത്തകൾ വരുന്നില്ല എന്നുള്ളതാണ് ടാറ്റയുടെ പ്രത്യേകത. ടാറ്റ ഗ്രൂപ്പുകാർ എന്നും ആ രീതിക്ക് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ നടപടിക്രമങ്ങൾ സുതാര്യമാക്കാൻ അവർ ശ്രദ്ധിക്കുന്നു. ടാറ്റ സൺസിൻ്റെ IPO വരുമെന്ന് പറയുന്നു. 25 അവസാനമാകുമ്പോഴത്തേക്കും ഉണ്ടാവും. 26 അവർക്ക് 6 ആദ്യത്തോടെ അവർക്ക് മാൻഡേറ്ററി ആയിട്ട് അത് ചെയ്യേണ്ടതുണ്ട്, സെബിയുടെ നിബന്ധന പ്രകാരം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതും ഒരു പ്രത്യേകതയാണ് ടാറ്റ സൺസിൻ്റെ അടുത്ത മാർക്കറ്റ് പ്രവേശനം. ഇതിനിടയിലാണ് ഇപ്പോൾ TCS, മോർഗൻ സ്റ്റാൻലി കഴിഞ്ഞ ഇതിൽ പറയുന്നത് ഇൻഫോസിസിനേക്കാളും പ്രാധാന്യം അവർ TCSന് കൊടുക്കുന്നു എന്നാണ്. TCSൻ്റെ വളർച്ചയായിരിക്കും ഇൻഫോസിസിനേക്കാൾ കയറി നിൽക്കുക എന്ന് പറയുന്നു. ആ രീതിയിൽ നമുക്കതിനെ ശ്രദ്ധിക്കേണ്ടി വരികയാണ്. TCS ഇപ്പോൾ 3509 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 52 വീക്ക് ലോ എന്ന് പറയുന്നത് 3457 അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. 52 വീക്ക് ലോയ്ക്ക് അടുത്താണ് ഇപ്പോഴത് നിൽക്കുന്നത്. മാർക്കറ്റിലെ അനിശ്ചിതത്വങ്ങളെല്ലാം മാറുമ്പോൾ തീർച്ചയായിട്ടും IT മേഖലയ്ക്ക് തന്നെയായിരിക്കും ഈ കാലഘട്ടത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുക എന്ന് എനിക്ക് തോന്നുന്നു. AI-യുടെ പ്രാമാണിത്വം ഉണ്ടെങ്കിൽ പോലും അതിലൊക്കെ ഈ TCSനൊക്കെ ഇടപെടാൻ കഴിയുന്ന കമ്പനിയാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. TCS ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും അറിയാവുന്ന കമ്പനിയാണ്. ഇന്ത്യൻ മാർക്കറ്റിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണിത്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള കമ്പനിയാണ് TCS. ടാറ്റ ഗ്രൂപ്പിൻ്റെ TCSൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. മറ്റൊന്ന് ടാറ്റ പവറാണ്. ടാറ്റ പവർ ഇതുപോലെ 52 വീക്ക് ലോയ്ക്ക് അടുത്താണ് നിലനിൽക്കുന്നത്. 350 ക്ലോസ് ചെയ്തിരിക്കുന്നു. 326 52 വീക്ക് ലോ കിടക്കുന്നത്. വിദ്യുച്ഛക്തി മേഖലയിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരുപാട് ചലനങ്ങളെ സ്വാധീനിക്കാൻ കരുത്തുള്ള കമ്പനിയാണ് ടാറ്റ പവർ. ടാറ്റ പവർ യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകുന്ന EV ഡെവലപ്മെൻറ്റ്സിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്ന കമ്പനിയാണ്. അവരുടെ ചാർജിങ് സ്റ്റേഷനുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള പുരോഗമനം അത്. പിന്നെ സോളാർ മേഖലയിൽ അവരാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, നല്ല മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ. അപ്പോൾ ടാറ്റ പവർ ആ രീതിയിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. അതിൻ്റെ 52 വീക്ക് ലോ എന്ന് പറയുന്നത് 326.35, ഹൈ 494.85 ടാറ്റ പവർ
അവരുടെ EVകൾക്ക് മാത്രമല്ല എല്ലാ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ അവർ ശക്തിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവരെ മുൻനിരയിലെത്തിക്കുകയാണ്. മറ്റൊന്ന് ടാറ്റയുടെ തന്നെ പറഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ അതിൻ്റെ ഏകദേശം 52 വീക്ക് ലോ ഈ അടുത്തിടെ കാണിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. 606 52 വീക്ക് ലോ കിടക്കുന്നത്. 654 ഇപ്പോൾ ക്ലോസിംഗ് റേറ്റ്. അത് 1179 വരെ പോയി. JLRൻ്റെ വിൽപ്പനയും കാര്യങ്ങളും എല്ലാം വളരെ ശക്തമായി ഈ സാമ്പത്തിക വർഷം അടുത്ത സാമ്പത്തിക വർഷവും പുരോഗമിക്കുമെന്നാണ് അവരുടെ ഈ അടുത്തിടെ വന്ന റിപ്പോർട്ട് അവർ പറയുന്നത്. JLR ആണ് ടാറ്റയുടെ ലാഭമോ നഷ്ടമോ ഒക്കെ ക്രമീകരിക്കുകയും കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നത് JLR ആണ്. അത്രമാത്രം വോളിയം അവർക്ക് അതിലുണ്ട്. അത് നല്ല രീതിയിൽ വിൽപ്പന വന്നാൽ ചൈനയിലൊക്കെ അത് കൂടുന്നുണ്ട് എന്ന് അവർ റിപ്പോർട്ട് നൽകുന്നുണ്ട്. എന്തായാലും ചൈനയിലൊക്കെ അത് കൂടിയിട്ട് JLRൻ്റെ വിൽപ്പന കൂടുന്നതനുസരിച്ചാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ലാഭവും അതിൻ്റെ വിൽപ്പന വോളിയവും എല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അത് ഇപ്പോൾ പിന്നെ CV സെഗ്മെൻറ്റ് വേറെയാക്കുന്നു, പാസഞ്ചർ വെഹിക്കിൾ വേറെയാക്കുകയൊക്കെ ചെയ്യുന്ന 2 കമ്പനികളായി മാറും ഉടനെ തന്നെ. അപ്പോൾ ആ രീതിയിലൊക്കെ അതിനൊരു എന്താ പറയുക അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും. മാർക്കറ്റിൽ ഉണ്ടാകുന്ന കോമ്പറ്റീഷൻ അവർക്ക് നേട്ടമാക്കാൻ കഴിയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ടെസ്ലയുടെ വരവൊന്നും അവരെ കാര്യമായി സ്വാധീനിക്കാൻ ഇടയില്ല എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. കാരണം ടെസ്ലയുടെ വിലയും ഇവരുടെ വണ്ടികളുടെ വിലയും ഇവിടെ ഇന്ത്യയിലുള്ള വിലകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് ഈ കോമ്പറ്റീഷനിൽ ടാറ്റയെ ബാധിക്കുകയില്ല എന്ന് തന്നെയാണ് മാർക്കറ്റ് വിലയിരുത്തുന്നത്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിനെ ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. മറ്റൊന്ന് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റാണ്. ടാറ്റ കൺസ്യൂമർ കമ്പനിയുടെ കാര്യം പറഞ്ഞാൽ അത് എല്ലാം ടാറ്റ കോഫിയും അങ്ങനെയുള്ളതൊക്കെ യോജിപ്പിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ മാർക്കറ്റ് അത് വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശരിയായ മാർക്കറ്റിൻ്റെ റിസൾട്ടിലേക്ക് അത് എത്തിയിട്ടില്ല അത് യോജിപ്പിച്ചതിന് ശേഷം. അപ്പോൾ അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്ന് ടാറ്റ കൺസ്യൂമർ തീർച്ചയായിട്ടും അതിൻ്റെ ഷെയറിൽ ആ വില അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ പ്രതിഫലിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമെന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. അപ്പോൾ 1247 വരെ ഹൈ കാണിച്ച് അത് 945 രൂപയിലാണ് കിടക്കുന്നത്. 882 രൂപയാണ് അതിൻ്റെ 52 വീക്ക് ലോ കാണിച്ചത്. വലിയ വലിയ ഇടിവുകളും വലിയ തകർച്ചകളും ഉണ്ടാകാതെ മാർക്കറ്റിൽ ഏകദേശം ഒരു റേഞ്ചിൽ നിൽക്കാൻ കഴിഞ്ഞ ഒരു ഷെയറാണ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 93,504 കോടിയാണ്. അത് ഈ അടുത്തിടെ ഈ വന്ന ഇടിവിലൊക്കെ വളരെ ശക്തമായി താഴോട്ട് പോന്നു എന്ന് പറയാൻ പറ്റില്ല. മറ്റുള്ള ഈ കമ്പനികളെ ബാധിച്ച പോലെയുള്ള ഇടിവ് അതിനെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. 945 അത് ട്രേഡ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റൊന്ന് ടാറ്റയുടെ കീഴിലുള്ള ഇന്ത്യൻ ഹോട്ടൽസാണ്. ഇന്ത്യൻ ഹോട്ടൽസ് പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ നല്ല രീതിയിൽ വിലയുള്ള ഒരു ഷെയറായി വില കയറി തന്നെ നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ഇടിവിൽ അത് ശക്തമായിട്ട് താഴോട്ടൊന്നും വന്നിട്ടില്ല. 749 രൂപയിൽ ട്രേഡ് ചെയ്യുന്നു. അതിൻ്റെ ഹൈ ആണെങ്കിൽ 894 രൂപയെ പോയിട്ടുള്ളൂ. അതിൻ്റെ 52 വീക്ക് ലോ എന്ന് പറയുന്നത് 506 അപ്പോൾ ഈ ഷെയറുകളിൽ ടാറ്റ ഗ്രൂപ്പിൽപ്പെട്ട ഈ കമ്പനികളിലെ ശ്രദ്ധിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ വലിയ ഈ 10%, 15% ഒക്കെ ഉണ്ടായ തകർച്ചയിൽ നന്നായി താഴെ വരുന്നു. എന്നാൽ മാർക്കറ്റിൽ മറ്റു വേറെ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റാതെ അല്ലെങ്കിൽ മാർക്കറ്റിലെ പ്രത്യാഘാതങ്ങളൊന്നും ഏൽക്കാത്ത ഒരു കമ്പനിയാണെന്നുള്ള സങ്കല്പത്തിലാണ് ടാറ്റ മോട്ടോഴ്സിനെ സമീപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതുപോലെയുള്ള ടാറ്റ ഗ്രൂപ്പിലെ ഷെയറുകളെ സമീപിച്ചിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയാണ് അതിനെ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറെ
മാൽ പ്രാക്ടീസുകളുടെ വിഭാഗത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസൈഡർ ട്രേഡിങ്ങോ ഒന്നുമില്ലാതെ ടാറ്റ സൺസിൻ്റെ കയ്യിൽ കൃത്യമായി അല്ലെങ്കിൽ വളരെ സുതാര്യതയോടെ ട്രേഡ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ കമ്പനി പരിപാലിക്കപ്പെടുകയോ ചെയ്യുന്നുവെന്ന സങ്കല്പത്തിലാണ് എല്ലാ ഇന്ത്യക്കാരും. ടാറ്റ ഗ്രൂപ്പിനുള്ള വില അതാണ്. അങ്ങനെയുള്ള ഷെയറുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ലോങ് ടേമിലേക്ക് സൂക്ഷിക്കാൻ പറ്റിയ സംഭവമാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. ഈ ഷെയറുകളിൽ ഇപ്പോൾ തന്നെ നിക്ഷേപിച്ച് ലാഭം എടുക്കാമെന്നൊന്നും അല്ലാട്ടോ ഈ പറഞ്ഞതിനൊന്നും അർത്ഥം. ഇതൊക്കെ ഞാൻ ലോങ് ടേമിലേക്ക് വേണ്ടി മാത്രം പറയുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇതിന് പരീക്ഷണങ്ങളെല്ലാം നടത്തിയതിന് ശേഷം അല്ലെങ്കിൽ റിസർച്ചുകളെല്ലാം നടത്തിയതിന് ശേഷം മാത്രം നിങ്ങളുടെ പണം മുടക്കണം. നിങ്ങളുടെ വിശ്വാസം അതിനാർജിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ പണം മുടക്കാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, മാർക്കറ്റിനനുസരിച്ച് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഗതി വരുന്ന അധോഗതിയിലേക്ക് പോകുന്ന ഒരു സാധ്യതയുണ്ടാകും. TCS ഒക്കെ 1200 രൂപ ലെവലിൽ എത്ര കാലമാണ് കിടന്നതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ കമ്പനിയാണ് 4000 ഇത്ര രൂപയിലേക്ക് വന്നത്, 4492 രൂപയിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് ഇപ്പോഴതിൻ്റെ ഒരു കൺസോളിഡേഷനാണ്. അത് കുറേ നാളുകളായി 3500-നും 4000-നും ഇടയിൽ കുറേ നാളുകൾ കിടന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 3592-ൽ 3509-ൽ നിൽക്കുകയാണ്. 52 കിലോയ്ക്ക് അടുത്താണ്. ITക്കിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചലനങ്ങൾ സ്വാധീനിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ഷെയറാണ്. പിന്നെ ഈ രൂപയുടെ ഡിപ്രീസിയേഷനിലും ഇവർക്ക് അതിനുള്ള ലാഭം ഉണ്ടാകും, കൂടുതൽ ലാഭം ഉണ്ടാകും. അപ്പോൾ ഈ കഴിഞ്ഞിടെ തന്നെ രൂപ ഏകദേശം 1 രൂപയ്ക്കടുത്താണ് 86, 27, 37 ഒക്കെ ഉണ്ടായിരുന്നതിനാണ് 87, 27ലേക്കും 37ലേക്കും ഒക്കെ വന്നത്. അപ്പോൾ ആ രീതിയിലുള്ള വ്യത്യാസം അവരുടെ സർവീസ് കയറ്റുമതിയിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കിക്കാണുമ്പോൾ ഇത്തരം കമ്പനികളെ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഫേവറിറ്റ് സംഭവങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുമായിരിക്കും, എങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി മാർക്കറ്റിങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഞാൻ കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒരു കമൻ്റ് ഇടുക. നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും പ്രതികരണം ഉണ്ടാകുന്നതാണ്. ശ്രദ്ധിക്കുക. നിങ്ങളുടെ സഹായമാണ് എൻ്റെ സന്തോഷം അല്ലെങ്കിൽ എൻ്റെ ശക്തി. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.